ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ കൃഷിയൊക്കെ നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. നമ്മുടെ നട്ടിരുന്ന പയറിൻ്റെ ചെടിയൊക്കെ ഇതാ വളർന്ന് വലുതായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇതാ പയറൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, മൂത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ നനച്ച് കൊടുക്കുക. അപ്പോൾ ഇന്നും അതുപോലെ നനയ്ക്കുന്നൊരു ടൈമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ മുന്നേ നട്ട പയറായിരുന്നു. അപ്പോൾ അത് വള്ളിയായി തുടങ്ങിയിട്ടുണ്ട്. അതിൽ കായ ഉണ്ടായി വരുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതാ നമ്മളെ തക്കാളി തൈ കേട്ടോ. തക്കാളിയിലൊക്കെ ഒരുപാട് കായ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കൃഷിഭവനിൽ നിന്നും കിട്ടിയിട്ടുള്ള തൈയാണ്. അപ്പോൾ അതിൽ അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി തന്നെയാട്ടോ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഒരു മാസം കൂടിയൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി വിളവെടുക്കാനാവും കേട്ടോ. അപ്പം നമ്മളെ ചെടികൾ എല്ലാം ഉഷാറായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ തക്കാളി. ഒരു 10-20 തൈയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചതുര പീച്ചിങ്ങൻ്റെ വിത്ത് നട്ടുണ്ടായിരുന്നു. അപ്പം അത് അന്ന് ചെറിയൊരു വള്ളിയായിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളത് ഒരു വലേൻ്റെ മുകളിലേക്ക് പടർത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചീര തൈ നട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ വെണ്ടയ്ക്ക ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട ബാക്കിൽ തന്നെ കുറച്ച് തക്കാളി തൈയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓസ് ചെറിയതായ കാരണം അങ്ങോട്ട് എത്തുന്നില്ല. അപ്പം ഞാൻ ദൂരെ നിന്നുകൊണ്ട് കേട്ടോ നനച്ച് കൊടുക്കുന്നത്. അപ്പം നനയ്ക്കുന്ന സമയത്ത് അവരൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കും. അപ്പം നമ്മുടെ ചെറിയ പച്ചക്കറിത്തോട്ടത്തിലെ ഒത്തിരി വലിയ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണും വരെ ടാറ്റാ ബൈ, സീ യു.